ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ അത് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നതിൽ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണിത്. കാര്യമായിട്ട് പണിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടാവില്ല എന്നേ ഉള്ളൂ. കാരണം ഇത് ഈ ബട്ടറൊന്നും എല്ലായിടത്തും അവൈലബിൾ ആവില്ല. പിന്നെ എക്സ്പെൻസും കൂടുതലാണ് ബട്ടറിനൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല, അത്ര നല്ലതുമല്ല ഹെൽത്തിന്. പിന്നെ കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ ബട്ടറും ഇച്ചിരി വാനില എസൻസും പാൽപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത് ഇതന്നെയാണോ കറക്റ്റ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശമൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഇറാനി ചായ ഉണ്ടാക്കാൻ അതും എളുപ്പം തന്നെയാണ്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചായപ്പൊടി അതുപോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ദമ്മിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് ചായപ്പൊടി ഇടണം. കാരണം നല്ല കട്ടിക്ക് മീൻസ് നന്നായിട്ട് വറ്റിച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഇച്ചിരി പാല് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാൻ, ഞാൻ മധുരം ചേർത്തിട്ടില്ല. ഇറാനി ചായ അധികം മധുരമില്ലാതെ തന്നെ ഇങ്ങനെയാണ് നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബണ്ണൊന്ന് ഈ ബട്ടറിലൊന്ന് ഇങ്ങനെ ഒന്ന് മുരിക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇറാനി ചായ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ഒരു ബണ്ണൊന്ന് തയ്യാറാക്കിയെടുക്കാം. നടുഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, പൊട്ടിപ്പോവാതെ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് തേക്കുക. പിന്നെ എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ തന്നെ അതിൻ്റെ പുറം ഭാഗവും ഒന്ന് ഭംഗിയാക്കി എടുക്കുക. അതായത് പുറമേ ഒന്ന് ഈ ഒരു ക്രീം ഒന്ന് ചെയ്തെടുക്കുക. ഓരോ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോഴും എന്തതിന് ഇത്ര പ്രത്യേകത, എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നല്ലോ എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പിന്നെയാണ് ഒരു ടൈം കിട്ടിയത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ മിക്സിലേക്ക് ആ ഒരു പാലും കൂടി നന്നായി ചേർക്കുക. അത് ആ ഗ്ലാസ് കട്ടനാണെന്നുണ്ടെങ്കിൽ 1/4 ഭാഗം പാല് ഒഴിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് പൊടിയിട്ട് തിളപ്പിച്ചതാണല്ലോ. മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് ഈ ഒരു ഇറാനി ചായയിലാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കും കഴിച്ചു ഇറാനി ചായ, അതിൻ്റെ കൂടെയും കഴിച്ചു. അപ്പോൾ എനിക്കും തോന്നിയത് ചായയുടെ കൂടെ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ എൻ്റെ മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതാണ് ഒറിജിനൽ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈവനിങ് സ്നാക്സും എൻ്റെ ചായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.